അലീനയുടെ മനുഷ്യങ്ങളുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വയിടാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചാനലിനകത്ത് എന്താണെങ്കിലും ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ കാണുന്ന സ്റ്റാലിയുടെ വീട്ടിൽ വന്നിട്ട് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ മടങ്ങി പോവാണ്. അപ്പം സ്റ്റാലിയുടെ വീട്ടിൽ എന്തിനാ വന്നത് പോലും ഗോവർദ്ധന് മനസ്സിലായില്ല. ബാലേന്ദ്രനോട് ഇതിനെക്കുറിച്ച് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കുപ്പിയിൽ നിന്നെടുത്തൊരു ഭൂതത്തിന്റെ കഥ. അപ്പം അങ്ങനെ ആ ഭൂതത്തെ പിടികൂടാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ. ഗോവർദ്ധൻ പറഞ്ഞു, എന്തൊക്കെയാ ബാലേട്ടെ പറയണേ? ഭൂതം ഭാവി എന്നൊക്കെ പറയുന്നല്ലാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ നീലഗിരിക്ക് പോയി, അവിടെ പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. എന്താ ബാലേട്ടാ? ബാലേട്ടൻ്റെ മനസ്സിൽ എന്തോ രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നലോ? അതേടാ, 10-23 വർഷക്കാലം ഞാൻ പോലും അറിയത്തില്ലാതെ പല രഹസ്യങ്ങളും അങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ രഹസ്യങ്ങളൊക്കെ മറന്നീക്കി പതുക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ അറിയണ്ടേന്ന് ചോദിച്ചു. കഥയറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയായിരുന്നു ഗോവർദ്ധന്. ഈ സമയത്ത് അവധക്കുട്ടിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് എന്തിനായിരിക്കും സ്റ്റാലിയെ കാണാനായിട്ട് അവരിവിടെ വന്നിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്ത. ഈ അവധക്കുട്ടി ഷെറിൻ്റെ അച്ഛനാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒടുവിൽ ഷെറിൻ്റെ മോളാണല്ലോ ചിന്നുമോള്. അപ്പം ഈ പറയുന്ന അലീന എന്ന് പറയുമ്പോൾ സ്റ്റാലിയുടെ മോളും. അപ്പോൾ അവർ തമ്മിൽ കസിൻസ് ആയിട്ട് വരികയും ചെയ്യും. ആ വീട്ടിലൊക്കെയാണ് അലീന വരാനായിട്ട് പോകുന്നത്. കാരണം സ്റ്റാലിയുടെ മോളാണല്ലോ അലീന. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ആ സ്റ്റാലിക്ക് ഇങ്ങനെ മോളുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവധക്കുട്ടിക്കോ അവർക്ക് ആർക്കോട്ട് അറിയത്തുമില്ല. ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വൈജി എങ്ങനെ ഇരിക്കുക. എറണാകുളത്തിന് എന്തിനായിരിക്കും അവർ പോയത്? പല വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്. അതെങ്ങനെയാ? തൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിയുമ്പോഴത്തേനെല്ലാം പോലെ അലീനെ എല്ലാത്തിനും ചീത്തയാക്കുന്നേ. താൻ ആ വീട്ടിലുണ്ടായിരുന്ന ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊന്നും നടക്കില്ലായിരുന്നു. ചുമ്മാ കാള കളിച്ച് നടക്കുക. അവൾ തൻ്റെ മക്കളെയും കൂടെ കൊണ്ട് പിഴപ്പിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. അപ്പോഴാണ് അവിടേക്ക് രഞ്ജിനി വരുന്നത്. രഞ്ജിനി വന്നിട്ട് ആൻറ്റി എന്താ കാര്യമായിട്ട് ആലോചിക്കണമെന്ന് ചോദിച്ചു. എന്ത്? അല്ല, ആൻറ്റിയുടെ ആലോചന കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ കാര്യമായിട്ട് ആലോചിക്കുമെന്ന്. ആൻറ്റി എന്താ അവരുടെ കൂടെ പോയില്ലേന്ന് ചോദിച്ചു. എങ്ങോട്ട് പോകാനായിട്ട്? അല്ല, കടപ്പാട്ടൂർ വീട്ടിലേക്ക്. അവിടെ എൻ്റെ ആരായിരിക്കുന്ന കടപ്പാട്ടൂര്? അവിടെ എനിക്ക് ആരെല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചു. അല്ല ആൻറ്റി, അത് ആൻറ്റിയുടെ വീടല്ലേ? പിന്നെ എൻ്റെ വീട് അതൊക്കെ കുറെ കാലം മുമ്പ്. ഇപ്പം അവളുടെ വീടല്ലേ? അലീന എന്ന് പറയുന്ന പിശാശിൻ്റെ അവളല്ലേ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ അവിടെ? ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് കമല അങ്ങോട്ടേക്ക് വരുന്നത്. കമല പറഞ്ഞു, വൈജയ നീ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിട്ട് കാര്യമില്ല. വാശി പിടിക്കുന്നതാണോ കമലയെടുത്തി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് അവിടെ എന്തെങ്കിലും വിലയുണ്ടോയെന്ന് ചോദിച്ചു. രഞ്ജിനി പറഞ്ഞു, അതെ വൈജാൻ്റിയുടെ വീടല്ലേ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഉത്തരം എന്താന്ന്. എനിക്കവിടെ യാതൊരു വിലയില്ലാന്ന് പറഞ്ഞു. അവിടെ ഒരുത്തിയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ അഭിഹിത സന്ധിതിയെ. അയ്യോ, അത് ആൻറ്റി ബാലേന്ദ്രൻ്റെ ഞങ്ങളുടെ മോളൊന്നും അല്ല അലീന ചേച്ചി. അല്ല, നിന്നോടാരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാ. ദേ വെറുതെ അനാവശ്യം പറയായിരുന്നു നീ. അയ്യോ, ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ. അല്ലെങ്കിൽ അച്ഛനോടോ മരുവേടനോടോ ആരോട് വേണം ചോദിച്ചു നോക്കൂ. ഈ സമയം കമല ചോദിച്ചു, നീ എന്തൊക്കെയാ രഞ്ജിനി പറയണേ? അതേന്നേ. അല്ല, അപ്പം ബാലേന്ദ്രൻ പറഞ്ഞെന്താ? ഈ പറയുന്ന ബാലേന്ദ്രൻ്റെ ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യ സ്ത്രീയിലേക്ക് ഉണ്ടായ ഗൾഫിൽ വെച്ചുണ്ടായ കുട്ടിയാണ് അലീന എന്നല്ലേ? അതെ, അതൊക്കെ വെറുതെ തള്ളി മറിച്ച സത്യങ്ങളൊന്നും അല്ല. ആൻറ്റിയൊക്കെ അത് മനസ്സിലാക്കാതെ പോയത്. വെറുതെ അത് കള്ളത്തരമൊക്കെ വിശ്വസിച്ചു. പക്ഷെ വൈജയന്തിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൈജയന്തി പറഞ്ഞു, ഇനിയിപ്പം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനത് വിശ്വസിക്കില്ല. അവൾ ബാലേന്ദ്രൻ്റെ മോള് തന്നെയാണ്. എങ്കിൽ ആൻറ്റി അതും മനസ്സ് വെച്ചുകൊണ്ട് നടന്നു. അങ്കിളുടെ മോളല്ല അവളെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സംശയമുണ്ടോ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനു ശിവശങ്കരൻ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കണ സമയത്താണ് അവിടേക്ക് വൈജയന്തി വരുന്നത്. വൈജയന്തി വന്നിട്ട് ശിവശങ്കരനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സത്യം പറ ശിവേട്ടാ, ഇങ്ങനെയുള്ള കാര്യം ഞാൻ അറിഞ്ഞല്ലോ, അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു, നിനക്ക് ബാലേന്ദ്രനെ എത്ര വർഷമായിട്ട് അറിയാം? അതെന്താ ചോദ്യമാണ്? കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ബാലേന്ദ്രനെ അറിയാം. അല്ല, ബാലേന്ദ്രൻ ആരുടെ കൂടെ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ലോ. അല്ല, നിന്റെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടാണോ നിനക്കറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ പുതിയതായിട്ട് കേട്ട അറിവ് ഇതെന്ന് പറഞ്ഞു. എങ്കിലേ അങ്ങനെ ഒരു ബന്ധം അതുണ്ടെന്ന് നീ അങ്ങോട്ട് വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം വൈജയന്തി നോക്കി എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ ബന്ധം ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ടേ ഇഷ്ടം. എങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വൈജയ്, നീ അങ്ങോട്ട് തന്നെ വിശ്വസിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, എന്തിനാ ആൻറ്റി കാട് കയറി ചിന്തിക്കുന്നേ? അങ്കിളിനെ കുറിച്ച് ആൻറ്റിക്ക് ഒരു അഭിപ്രായമില്ലേ? ഞാൻ കണ്ടിടത്തോളം അങ്കിള് നല്ല ഡീസൻ്റാ, ജെന്റിൽമാൻ ആള്. അല്ലാതെ ആൻറ്റിയെ പോലെയൊന്നും അല്ല. എന്താടാ നീ എന്താ പറഞ്ഞേ?
ആൻറ്റിയെ പോലെ അല്ലെന്നോ, എനിക്ക് എന്താണ് ഒരു കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല, ആൻറ്റിയുടെ കുഴപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈദ്യുതിയുടെ മോഹമൊക്കെ അങ്ങോട്ട് ചുവന്നു കൊടുത്തു. ശിവശങ്കരൻ പറഞ്ഞു, ദേ വൈജെ, വെറുതെ വാടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കേണ്ട നീയാ. നീ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കി അറിയാം നിന്റെ കാര്യങ്ങളൊക്കെ, അപ്പം നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ബാലേന്ദ്രനും നീയും തമ്മിലുള്ള അന്തരം എന്താന്നുള്ളത് ബാലേന്ദ്രനെ നീ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല വൈജെ. അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നീ നിന്നെ മാത്രം സ്നേഹിക്കുന്നുള്ളൂ, ആ കുട്ടികളെയോ അല്ലെങ്കിൽ അവരുടെ അച്ഛനെ നീ സ്നേഹിക്കുന്നില്ല. എപ്പോഴും നിനക്ക് നിന്റെ കാര്യം മാത്രം. മറ്റുള്ളവരെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? അതുകൊണ്ടാണല്ലോ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. സ്വന്തം മക്കൾ പോലും തിരിഞ്ഞിരിക്കുന്നു, അലീനയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം എന്താ? നിന്റെ കയ്യിലിരിപ്പുണ്ട്. അത് കേട്ടിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, ദേ ശിവേട്ട, എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ഞാൻ കൊള്ളരാത്തോളാന്ന് മാത്രം പറയരുത്. നീ പിന്നെ പതിവ്രതയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. കമൽ ഇങ്ങനെ ആലോചിച്ചു, എന്തൊക്കെയോ ടിസ്റ്റുകളുണ്ടെന്ന് തോന്നുന്നല്ലോ. വൈജയന്തിക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ശിവശങ്കരൻ പോയ പറയാ കമല എങ്ങോട്ട് ചെന്നു. കമല എന്നിട്ട് ശിവശങ്കരനെ ചോദ്യം ചെയ്യാണ്, സത്യം പറ ശിവേട്ട, എന്താ സംഭവിച്ചേ? ശിവേട്ടൻ അറിയായിരുന്നോ നേരത്തെ ബാലേന്ദ്രൻ്റെ മോളല്ല അലീന എന്നുള്ള കാര്യങ്ങളൊക്കെ? അറിയായിരുന്നു. ഓഹോ, അപ്പം നിങ്ങളെല്ലാം കൂടെ അറിഞ്ഞിട്ട് സത്യങ്ങളൊക്കെ മറച്ചു വെക്കുമായിരുന്നില്ലേ? അതെ. എടി നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ബാലേന്ദ്രൻ്റെ അവിഹിത സന്തതിയാണോ? ആദ്യമൊക്കെ ഞാനും വിശ്വസിച്ചു, പിന്നെ എനിക്ക് മനസ്സിലായി അതല്ലെന്ന്. എന്നിട്ട് എന്താ വൈജയോട് ഇത് പറയാതിരുന്നേ? അവളോട് പറയേണ്ടിയില്ലെന്ന് തോന്നി. ഓ, അപ്പം അങ്ങനെയാണല്ലേ. ഈ സമയത്ത് വൈജയന്തി മുറിയുടെ അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും കമല പറയുന്ന കേട്ടു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ പെങ്ങള് വന്നിട്ട് കുറച്ച് നാളെ ഇവിടുന്ന് പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനി എന്നെ എങ്ങനെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ ചുട്ട മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, നീ മറുപടി കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ എന്ത് വേളം ചെയ്തോ, അതൊക്കെ നിന്റെ ഇഷ്ടം. ഇതൊക്കെ വൈജയന്തി കേൾക്കുന്നുണ്ടായിരുന്നു. വൈജയന്തിക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ടാ കമല എടുത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കമല പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞോണ്ടാ ഈ പറയുന്നേ? വൈജയന്തി ഇവിടെ വന്ന് നിന്നേ ബാലേന്ദ്രൻ്റെ മോളാണ് അലീന എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ? അങ്ങനെ അല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് അങ്ങോട്ട് തിരികെ പോകാൻ മടിയാ. അല്ല, അങ്ങനെ മോളല്ലെങ്കിൽ പിന്നെ എന്തിനാ ശിവേട്ട അവളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അതെ, ബാലേന്ദ്രൻ ഇത്തിരി കനി ഉണ്ടായിപ്പോയി. ഇവിടെ കുഴപ്പം ആരുടെ കയ്യിലാണെന്നറിയാവോ? എൻ്റെ പെങ്ങളുടെ കയ്യിൽ തന്നെയാ, വൈജയുടെ കയ്യിൽ. വൈജയുടെ കയ്യിലോ? അതെ, അവളുടെ കയ്യിൽ തന്നെയാ കുഴപ്പം. എനിക്ക് എപ്പോഴാണ് സമനില തെറ്റുന്നതെന്ന് അറിയത്തില്ല. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കമലെ. ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുമോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ വൈജയന്തിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വൈജയന്തിക്ക് ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു അടി കിട്ടുമെന്നുള്ള കാര്യം. പിന്നെ എന്തിനായിരിക്കും ബാലേന്ദ്രൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് രേവതിക്കുട്ടി രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം അന്നത്തെ ചെറിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പുറത്ത് പോകണം, കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ രോഹിത് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ, എങ്ങനെ പോന്നു? അതിന് ഞാൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയില്ലോ. ഓ, ഞാനത് അങ്ങോട്ട് മറന്നുപോയി. സസ്പെൻഡ് ചെയ്തേക്കുവാണല്ലോ അല്ലേ ക്ലാസ്സിൽ നല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു, അറിയാലോ, പിന്നെ എന്തിനാ ചോദിച്ചതെന്ന് ചോദിച്ചു. ഓ, ഇത്രയ്ക്ക് തൊട്ടാവാടിയായിരുന്നോ? ഞാൻ ഓർത്ത് എന്താണെന്നറിയാവോ, കുറച്ചുകൂടി ധൈര്യശാലി ആയിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്ന. പക്ഷെ അടുത്തറിഞ്ഞപ്പോൾ അല്ലേ മനസ്സിലാകുന്നേ ഒരു പാവാന്നുള്ള കാര്യം, മനസ്സിലൊന്നും ഇല്ലാന്ന്. ഇതൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു, അത്ര പാവമൊന്നും അല്ല ഞാൻ. പിന്നെ അതെനിക്കറിയാം, അത്ര പാവമൊന്നും അല്ലെന്ന് എന്നോട് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്നുമില്ലാന്ന് പറഞ്ഞു. രോഹിത്തിന് ആകെപ്പാടെ ടെൻഷനായി. തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാണുമായിരിക്കും. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അത് പിന്നെ അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ആയിക്കോട്ടെ, ഇപ്പം മനസ്സിലായില്ലേ അറിയാതെ സംഭവിച്ചതിൻ്റെ ഭവിഷ്യത്ത് എന്താന്ന് എന്ന് ചോദിച്ചു. അപ്പോൾ രോഹിത്ത് പറഞ്ഞു, അത് പിന്നെ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. പിന്നെ ആളിപ്പോൾ ഡീസൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടുകെട്ടാണ് ചീത്തയാക്കിയത്. ആ ഹരിയോടൊപ്പമുള്ള കൂട്ട് അത് ശരിയല്ലായിരുന്നു. അതാണ് രോഹിത്താണ് ഇങ്ങനെയാക്കി മാറ്റിയത്. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു, ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അതിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ആളത്ര പറയുന്ന അത്ര ഡേഞ്ചർ ഒന്നും അല്ലെന്ന് മനസ്സിലായി. രോഹിത്ത് ചോദിച്ചു, അതെങ്ങനെ മനസ്സിലായി? ഓ, സംസാരിച്ച് കഴിയുമ്പോൾ അറിയാലോ ആളെങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇതിന് മാത്രം സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് രേവതിക്കുട്ടി അങ്ങോട്ട് പോയപ്പോൾ രോഹിത്ത് രേവതിക്കുട്ടിയെ തന്നെ നോക്കുകയാണ്. എന്തോ രേവതിക്കുട്ടിക്ക് രോഹിത്തിനോട് അതുപോലെ രോഹിത്തിന് രേവതിക്കുട്ടിയോടും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. രണ്ടുപേരും അടിയുണ്ടാക്കുമെങ്കിലും രണ്ടുപേരുടെ ഉള്ളിലും ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.